അഡ്വൈസ് കൊടുക്കാനും ഉപദേശിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. ഇവർ മേലധികാരികളായിട്ട് വന്നാലുണ്ടല്ലോ, അതായത് നിങ്ങളെ ഭരിക്കേണ്ടവരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കത്തക്കതായിട്ടുള്ള സ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് മത്സരിച്ചോ യുദ്ധം ചെയ്തോ ജയിക്കാൻ നോക്കണ്ട, ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തൊന്ന് പുകഴ്ത്തി ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ നന്നായിട്ട് അഡ്വൈസ് ചെയ്യുകയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഭയങ്കര സ്നേഹമായിരിക്കും. സമയത്ത് നിങ്ങളവരെ ചൊറിഞ്ഞാൽ നിങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭോജ്യ വസ്തു എന്ന് പറയുന്നത് തൈരാണ്. അഗ്നിയാണ് ദേവത. സർവ്വതിനെയും ദഹിപ്പിക്കാൻ കഴിയുന്ന, തന്നിലേക്ക് ആവാഹിക്കുന്ന, പലതിലേക്കും വഹിച്ചുകൊണ്ട് പോകുന്നവനാണ്. അഗ്നിവാഹകനാണ് പലർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് വിൽ, പാഷനേറ്റ്, അതേപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കാർത്തികക്കാർ. ആടാണ് മൃഗം. അതുപോലെ തന്നെ അലയാനും തൻ്റെ താല്പര്യങ്ങളെ നടത്തിയെടുക്കാനും വേണ്ടി എത്ര കഷ്ടപ്പെടാനും മടിയില്ലാത്തവരായിരിക്കും കാർത്തികക്കാർ എന്നുള്ളതാണ്. ഇവർക്കൊരു ഒറ്റപ്പെട്ട് അലയാനുള്ളൊരു താല്പര്യം കൂടും എന്നുള്ളതാണ്. പുള്ളാണ് പക്ഷി, അസുരഗണമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലോജിക്കലായിരിക്കും എന്നുള്ളതാണ്. അസുരഗ്രഹമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ച് ലോജിക്കലായിരിക്കും. സ്ത്രീയോനി നക്ഷത്രമായിരിക്കും. ഈ സ്ത്രീയോനി നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കോൺട്രാഡിക്ഷനുണ്ട്. ഈ അഗ്നി ആണ് ഇവരുടെ ദേവത എന്നുള്ളത് കൊണ്ട് കുറച്ചൊരു മെയിൽ നേച്ചറായിരിക്കും. ആസുരിക നേച്ചറായിരിക്കും എന്ന് പറയുന്നത് കൂടുതൽ ഭൗതികവാദിയും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മെയിൽ നേച്ചറായിരിക്കും. എന്നാൽ സ്ത്രീ യോനി നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇമോഷണൽ നീഡ്സും ധാരാളം ആവശ്യമുണ്ടായിരിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, താഴാൻ പറ്റില്ല. കൂടുതൽ ഈ ഫയർ ദേവതയായതുകൊണ്ട് താഴാൻ ഭയങ്കര മടിയായിരിക്കും. രാജകീയ നക്ഷത്രമല്ലേ കാർത്തിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വരൂപം എന്ന് പറയുന്നത് ക്ഷരാകാരമാണ്. അപ്പം ട്രാൻസ്ഫോർമേറ്റീവ് എനർജിയെ അത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അധോമുഖ നക്ഷത്രമാണ്. കുറച്ച് അടിയിടി വെട്ടുകുത്ത് ഇത്യാദി വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കാർത്തിക എടുക്കാം. ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് അത്തിയാണ്. ഒരു ഗ്രഹനാഥന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ കാർത്തികക്കാരുടെ സ്വന്തം സ്ഥലത്ത് അത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് വെള്ളമൊക്കെ കോരുന്നതും ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ദുരിതങ്ങൾ അതുവഴി അങ്ങ് പോവും എന്നൊക്കെയാണ് വിശ്വാസം. അതുപോലെ തന്നെ ആടിനെ വളർത്തുന്നതും കഴിക്കരുതെന്ന് പറയും. ഈ ഏതൊരാളുടെ നക്ഷത്ര മൃഗം ആ മൃഗത്തിനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന് പറയും. ഓരോ ആൾക്കാരുടെയും നക്ഷത്ര വൃക്ഷങ്ങൾ അവർ മുറിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയും. വെച്ച് പിടിപ്പിക്കാൻ മുറിക്കരുത്. കുശൻ എന്ന് പറയുന്ന വാരിയറല്ലേ, യോദ്ധാവാണ്. അതുപോലെ തന്നെ യോദ്ധാവിനെ നിയന്ത്രിക്കുന്ന ആളാണ് ദേവി രാജാവ്. സർവ്വ അടവുകളും അറിയുന്ന ആളാണ് രാജാവ്. രാജാവിനെ ചെക്ക് വെച്ച ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. അപ്പം അതുപോലെയാണ്